അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, കൂട്ടുകാരെ, വളരെ ഈസിയായി തജ്വീദ് അനുസരിച്ച് എങ്ങനെ ഖുർആൻ പഠിക്കാം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള 4 പാർട്ടിൽ തജ്വീദിലെ വളരെ പ്രധാനപ്പെട്ട വിഷയമായ ഹർഫുകളുടെ മഖ്റജുകൾ, അതായത് അറബി അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാൻ പോകുന്നത് ഹുറൂഫുൽ ഹൽഖ്, അതായത് തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളെക്കുറിച്ച് മാത്രമാണ്. തൊണ്ടയിൽ തന്നെ 3 മഖ്റജുകളാണ് ഉള്ളത്. അതിനെ 3 പാർട്ടുകളായിട്ടാണ് തിരിക്കുന്നത്. 1 അഖ്സൽ ഹൽഖ്, 2 വസ്തുൽ ഹൽഖ്, 3 അദ്നൽ ഹൽഖ്. അഖ്സൽ ഹൽഖ് എന്ന് പറഞ്ഞാൽ തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗത്തിനാണ്, താഴെ അറ്റത്തിനാണ് അഖ്സൽ ഹൽഖ് എന്ന് പറയുന്നത്. തൊണ്ടയുടെ മധ്യഭാഗത്തിനാണ് വസ്തുൽ ഹൽഖ് എന്ന് പറയുന്നത്. അതേപോലെ ഏറ്റവും മുകളിലെ അറ്റത്തിനാണ് അദ്നൽ ഹൽഖ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും താഴ്ഭാഗത്ത്, തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗമായ അഖ്സൽ ഹൽഖിൽ നിന്നാണ് ഹംസ് ഹാ പുറപ്പെടുന്നത്. ഹംസ് ഹാ, ഈ 2 അക്ഷരങ്ങളാണ് തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്നത്, തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗം. അതേപോലെ തന്നെ വസ്തുൽ ഹൽഖിൽ നിന്ന് പുറപ്പെടുന്നത് ഐന് ഹാ, ഐന് ഹാ, ഇത് രണ്ടുമാണ് വസ്തുൽ ഹൽഖിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ. പിന്നെ തൊണ്ടയുടെ ഏറ്റവും മുകളിലുള്ള ഭാഗത്തിൽ നിന്ന്, അതായത് അദ്നൽ ഹൽഖ്, അദ്നൽ ഹൽഖ് എന്ന് പറഞ്ഞാൽ തൊണ്ടയുടെ ഏറ്റവും മുകളിലെ അറ്റം, അവിടെ നിന്നാണ് ഒയിന് ഹാ, ഒയിന് ഹാ. ഈ ഒയിനും ഹാവും തൊണ്ടയുടെ ഏറ്റവും മുകളിലെ അറ്റത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഈ 6 അക്ഷരങ്ങളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. 1 ഹംസ് ഹാ, 2 ഐന് ഹാ, 3 ഗൈന് ഹാ. ഇൻഷാ അല്ലാഹ് എല്ലാവരും മനസ്സിലാക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.